നമ്മുടെ വിഷയമല്ല. ഈ പുര കൂടിയിരിക്കുന്ന സമയത്ത് പുരൻ്റെ ഉള്ളിലേക്ക് ചെരുപ്പിട്ട് കയറരുത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആളുകൾ അസൂയ വെക്കുകയാണ്. ഒരു മനുഷ്യന്റെ വീട് കേടാക്കി കൊടുക്കുക. എന്താ നമുക്ക് ചെരുപ്പഴിച്ച് കയറിയാൽ വല്ല കുഴപ്പമുണ്ടോ? പള്ളിയിൽ നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാർ കയറി ആയിരക്കണക്കിന് ചെരുപ്പ് പുറത്തുണ്ടാവുന്നില്ലേ? വല്ല കുഴപ്പമുണ്ടോ? ഒരു വീട്ടിലൊരു മനുഷ്യൻ പെയിന്റൊക്കെ അടിച്ച് വൃത്തിയാക്കി നിങ്ങൾ വരിൻ എൻ്റെ വീട് കണ്ടോളി എന്ന് പറഞ്ഞ് ചോറും തന്നിട്ട് സൽക്കരിക്കുക. എന്നിട്ട് ആ ചളിയിലെ ഷൂട്ട് കുട്ടികൾ കയറുന്നു, പെണ്ണുങ്ങൾ പിന്നെ പറയണ്ട. ഒരു ആ ചെരുപ്പ് എന്തോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ചെരുപ്പ് പോലെ അങ്ങോട്ട് മേലെ കയറുന്നു, താഴെ ഇറങ്ങുന്നു, ബെഡിൽ കയറി ഇറങ്ങുന്നു, കുട്ടികൾ ഷൂട്ട് ചാടി ഇറങ്ങും. ഒരു ഉമ്മയുടെ വായുന്നു, മോനെ ചവിട്ടല്ലേ മോനെ, ആ ബെഡ്ഷീറ്റ് കേടാവും, മണ്ണാണ്. സ്വന്തം മക്കളോട് പറയാൻ തോന്നുന്നില്ല. എന്തേ ആരാന്റെ വീടാണ് ആയിക്കോട്ടെ എന്ന്. എന്താണ് പടച്ചോനെ, വല്ലാത്ത മനുഷ്യന്മാർ. അസൂയ എന്നല്ലേ ഇതിന് പറയാ. ആ പുരക്കാരൻ നിങ്ങളോട് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറയണത്. പുരക്കാരൻ നിങ്ങളോട് ചെരുപ്പിട്ട് കയറല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബഹിഷ്കരിക്കും അല്ലേ? ആ പുരക്കാരന്റെ പരിപാടി അങ്ങോട്ട് കൊളാവും. മിണ്ടാൻ പറ്റൂല, നെഞ്ചു പൊളിയുന്നുണ്ടാവും. ഞാൻ കയറി ചെല്ലിനടുത്ത് പറയാറുണ്ട്, പൊന്നാര മക്കളെ ചെരുപ്പഴിച്ചിട്ട് കയറ്. എന്നോട് പറയാ ചെരുപ്പിട്ടോ. ഞാൻ പറയും ചെരുപ്പിടൂല. നമ്മൾ പുറത്തുനിന്ന് കയറി വരുന്ന ഈ മണ്ണുമായിട്ട് ഒരു മനുഷ്യൻ വൃത്തിയാക്കി വെച്ച വീട് നമ്മൾ വൃത്തികേടാക്കി കൊടുക്കേ? എത്ര പ്രയാസം ഉണ്ടാകും ആ കാർപ്പറ്റൊക്കെ എനിക്ക് വൃത്തിയാക്കി എടുക്കാൻ. ആ റൂമിൽ ആർക്കെങ്കിലും മുസല്ല വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ? ഫോട്ടോഗ്രാഫർമാരുണ്ട്, ഷൂട്ടിട്ട് ഇങ്ങനെ കൂളായിട്ട് ചവിട്ടി ആ കാലിൽ മൊത്തം ചളിയേരി. എനിക്ക്